ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അറബിക് മസാല പൗഡർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതിനു മുമ്പത്തെ എൻ്റെ വീഡിയോ ചിക്കൻ മഖലൂബ റൈസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ അറബിക് മസാല ചേർത്തിട്ടുണ്ട്. ആ അറബിക് മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി മറ്റൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അറേബ്യൻ റെസിപ്പീസിൽ മിക്കതിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. മഖലൂബ റൈസ്, കഫ്സ, മന്തി, അതുപോലെ തന്നെ ഷവായ, അൽഫാം, അതുപോലെ എല്ലാ റെസിപ്പീസിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ അറബിക് മസാല പൗഡർ വീട്ടിലുണ്ടാക്കിയാണ് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മഖലൂബ റൈസോ കഫ്സയോ മന്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറബിക് മസാല പൗഡർ തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത മല്ലിയാണ്, നമ്മൾ പച്ചമല്ലി വാങ്ങുമല്ലോ കടകളിൽ നിന്നൊക്കെ, ആ മല്ലിയാണ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പൊടിച്ച കുരുമുളകല്ല, പൊടിക്കാത്ത കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 12 ഏലക്ക എടുത്തിട്ടുണ്ട്. 3 കഷ്ണം കറുവപ്പട്ട, അത് ഞാൻ ചെറിയ പീസാക്കിയാണ് ഇട്ടിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും അത്. 1 ടീസ്പൂൺ ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. വലിയ ഇലയാണെങ്കിൽ 2 എണ്ണം മതി. ഇത് ഞാൻ ചെറുതായതുകൊണ്ട് 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജാതിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. 1 ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരു കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു 3 ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൈസസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അധികം മൊരിഞ്ഞ് വരുമൊന്നും വേണ്ട. സാധാരണ ഗരം മസാലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയാണിത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കഫ്സയോ മന്തിയോ മഖലൂബ റൈസോ ഒക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ കടയിൽ പോയി അറബിക് മസാല പൗഡർ വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്പൈസസൊക്കെ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടോട് കൂടി ഇത് പൊടിക്കരുത്, അപ്പോൾ മിക്സിക്ക് കേടാണ്. ചെറുതായിട്ട് ചൂട് ആറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ നല്ല കളറൊക്കെ ഉള്ളൊരു പൗഡറാണിത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഇതുപോലെ ഗ്ലാസ് ജാറിലിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.